പുകഴുവാൻ ഒന്നുമില്ല എന്നീ പകൽക്കാലം. നമ്മൾ ദൈവമക്കൾക്ക് ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോ ദിവസവും നാൾതോറും അവൻ ഇടയാക്കുന്നു എന്നുള്ളതാണ്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്കേവർക്കും കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ജെയ്സന്റെ പപ്പായമ്മ തിരിച്ചു വന്നു, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടൊത്ത് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം ആക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനും കുടുംബവും ദാനിയും കുടുംബവും അവർ യാത്രയിലാണല്ലോ, അവരെയും ഓർക്കാൻ പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ സ്റ്റീവിൽ നിന്ന് ദൈവജനത്തിൻ്റെ പകർച്ച നമ്മളിലേക്ക് ദൈവം നൽകി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൻ്റെ പല തുറകളിൽ നിന്ന്, പല മേഖലകളിൽ നിന്നാണ് ദൈവം തൻ്റെ ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നത്. യജമാനനെയും ദാസനെയും ഒരുപോലെ വിളിക്കുന്നൊരു ദൈവമുണ്ട്. സ്ലേവിനെയും മാസ്റ്ററെയും ഒരുപോലെ ഒരേ ദൈവകൃപയ്ക്ക് പാത്രീഭൂതനാക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. മറ്റെങ്ങും നമുക്കത് അനുഭവിക്കാനൊക്കെ ഒരു മതത്തിലും ഒരു സംഹിതയിലും ഇല്ലാത്തതൊന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ദൈവകൃപ എന്ന് പറയുന്നത്. ദാസനും യജമാനനും ഒരുപോലെ ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ഇടവരുതെന്നുള്ളത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഇന്ന് പകൽക്കാലത്തെ ചിന്ത ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക്, പുതിയ നിയമത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഉച്ചത്തിൽ വായിച്ചാൽ. They asked each other, were not our hearts burning within us while he talked with us on the road and opened the scripture to us? When hearts burns again, വീണ്ടും ഹൃദയങ്ങൾ കത്തുവാൻ തുടങ്ങുമ്പോൾ, ഇന്ന് പകൽക്കാലത്തെ ചിന്ത അല്പസമയം ഈ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. These disciples, Cleopas and his companion, ഈ രണ്ടുപേരാണ്. ക്ലിയോപ്പാസ് ആണ് പേര് പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. On that Sunday morning, they were walking from Jerusalem to Emmaus. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ആ ഞായറാഴ്ച പ്രഭാതം പകൽക്കാലം യാത്ര ചെയ്യുന്ന സംഭവമാണ് 24-ാം അധ്യായത്തിൻ്റെ മുഖ്യ വിഷയമെന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ മറിയയ്ക്കും മറ്റ് പല ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നില്ല ക്ലിയോപ്പാസ്, അവൻ്റെ കൂടെ സഞ്ചരിച്ച കമ്പാനിയനും. എന്നാൽ യേശുവിനെ അനുധാവനം ചെയ്തിട്ടുള്ള, യേശുവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാരിൽ ഒരാൾ, രണ്ടുപേരാണ് ആ യെരുശലേം എമൗസ് വീതിയിൽ കൂടെ ആ പകൽക്കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 13-ാമത്തെ വാക്യം ഓക്കെ, എമൗസിലേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. their hope, അവരുടെ ആശ എന്ന് പറയുന്നത് എമൗസിലല്ല. അവരുടെ ആശ ഇപ്പോഴെവിടെയാണ്? യെരുശലേമിലാണ്.
എന്നാൽ അവർ എവിടേക്കാണ് പോകുന്നത്? ആശയിൽ നിന്ന് എമ്മൗസിലേക്കുള്ള യാത്രയാണ്. ഞാൻ എന്തുകൊണ്ട് യെരുശലേം അവരുടെ ആശയുടെ മുഖ്യ കേന്ദ്രം, പ്രധാന സ്ഥലമെന്ന് പറയുന്നത്? അവിടെയാണ് അവരുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിക്കുകയും അടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവർ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വർത്തമാനം അവർ കേട്ടിരുന്നു. എങ്കിലും പൂർണ്ണ ഹൃദയത്തോട് അവർ അവനിൽ വിശ്വസിച്ചിട്ടില്ല ഇതുവരെയും. They are yet to fully be convinced. പൂർണ്ണമായും ആ ട്രൂത്ത്, ആ സത്യം അവരുടെ ഹൃദയങ്ങളിലേക്ക് പൂർണ്ണമായും ഇതുവരെയും ഈ നിമിഷം വരെയും ഇറങ്ങിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും കൺഫ്യൂഷനിലാണ്. So this road was filled with confusion. ഈ വഴി നിരാശയുടേതാണ്, കൺഫ്യൂഷൻ്റെതാണ്, shattered expectations എന്നാണ്. And they were quite sorrow and sorrowful. ദുഃഖ ഭരിതമായിരുന്നു, ദുഃഖം തളം കെട്ടി നിൽക്കുകയായിരുന്നു ഇവരുടെ യാത്ര എന്ന് പറയുന്നത്. അവരുടെ ആശ അറ്റുപോയിരുന്നു. അവരുടെ ആശ അറ്റുപോകാനുള്ള കാരണം അവർ ഇതുവരെയും വിശ്വസിച്ചിരുന്നത് അവൻ യെരുശലേമിന്, ഇസ്രായേലിന് ഉദ്ധാരണം വരുത്തുന്ന രക്ഷകനാകുമെന്ന് ഈ പ്രവാചകൻ ക്രിസ്തു അവർ മനസ്സിലാക്കി. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുൻപ് യഹൂദന്മാരുടെ കയ്യാൽ തന്നെ റോമാൻ പടയാളികളാൽ അവൻ ക്രൂശിക്കപ്പെട്ടു. അവിടെ യേശു ജീവൻ വെടിയുവാനിടയായി തീർന്നു. ഇതിന് അവർ സാക്ഷ്യം വഹിച്ചവരാണ് ഈ എമൗസ് റോഡിൽ സഞ്ചരിക്കുന്ന രണ്ട് വ്യക്തികൾ. ശ്രദ്ധിക്കണം, ഇന്ന് രാവിലെ സമയം, ഇന്ന് പകൽക്കാലം നമ്മൾ സഞ്ചരിക്കുന്നത് ഈ രണ്ടു പേരുടെ കൂടെയാണ്. അവർ നിരാശരാണ്, നിരാശ ഭരിതരാണ്. അവരുടെ എക്സ്പെക്ടേഷൻസ്, അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതാണ്. അവർ ദുഃഖിതരായിരുന്നു. These disciples were not walking in victory. അവർ വിജയത്തിൽ അല്ല ഇന്ന് പകൽക്കാലം അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. They were walking away from Jerusalem, away from their hope. അവരുടെ ആശയിൽ നിന്ന്, അവരുടെ പ്രത്യാശയിൽ നിന്ന് അവർ ദൂരെ എമ്മൗസിലേക്ക്, അത് 7 നാഴികയെന്ന് ലൂക്കോസ് വിവരിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഏകദേശം 17 മൈൽസ് എന്നാണ് പറയുന്നത്. ആ ഡസ്റ്റി റോഡിൽ ഫ്രം ജെറുസലേം ടു എമൗസ് അവർ നിരാശയോടുകൂടി സഞ്ചരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാം. They had seen the cross. അവർ യേശുവിന്റെ ക്രൂശിനെ കണ്ടതാണ്. And they also heard the rumors of the resurrection. But their hearts were still cold. അവരുടെ ഹൃദയം മരവിച്ചിരിക്കുകയായിരുന്നു. You may be walked into this church this morning. നിങ്ങൾ ഈ രാവിലെ സമയം ഈ ആരാധനാലയത്തിലേക്ക് വന്നു. But can you look into your own heart now? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ ഹാർട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു നിമിഷം ഒന്ന് ശോധന കഴിക്കാൻ സാധിക്കുന്നുണ്ടോ? Is it still warm? ഇതിപ്പോഴും warm ആണോ? From the day that you met the Lord, ക്രിസ്തുവിനെ കണ്ട നാളിനെ പോലെ, യേശുവിനെ രുചിച്ചറിഞ്ഞ ദിവസങ്ങൾ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചൂടുണ്ടായിരുന്നു. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭ നാളുകളിലേക്കൊന്ന് പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ച്, 2 വർഷത്തിന് മുൻപ്, ചിലർക്ക് 10 വർഷത്തെ, ചിലർക്ക് 20 വർഷത്തെ, ചിലർക്ക് അതിലും പാരമ്പര്യം പറയാനുണ്ട് യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ നാളുകളെക്കുറിച്ച്. ഈ നാളുകളൊക്കെ നിങ്ങൾ യാത്രയിലായിരുന്നു, ഈ പാതയിൽ കൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അന്നുണ്ടായിരുന്ന, അറിഞ്ഞ നാൾ, ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ ഉണ്ടായിരുന്ന ആ ചൂടും ആ ചൂരും ഇന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ?
പലപ്പോഴും ഇന്ന് രാവിലെ നമ്മൾ ആരാധനാലയത്തിലേക്ക് വന്നപ്പോൾ ഹൃദയം സ്തംഭിച്ചതുപോലെയും ഹൃദയം വിറങ്ങലിച്ചതുപോലെയും കോൾഡായിട്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയ സ്നേഹിതരെ, ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നടന്ന ആരാധന, ഇവിടെ വായിച്ച ഇൻസ്ട്രുമെൻറ്റുകൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ സിസ്റ്റം, സ്പീക്കറോ മറ്റൊന്നും തന്നെ, ഇവിടെയുള്ള ലൈറ്റോ ഒന്നും തന്നെ നമ്മുടെ ഹൃദയത്തെ വാമപ്പാക്കുവാൻ ഒക്കത്തില്ല. സ്റ്റീവ് ഓർപ്പിച്ചതുപോലെ തന്നെ ഇവയ്ക്കൊക്കെ നമ്മുടെ ഹൃദയത്തെ വാമപ്പാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ വാമപ്പ് ആക്കുവാൻ ഒരു സംഗതി ഇടയായി തീരുമെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഈ ശിഷ്യന്മാര് അവർ നിരാശരായി മടങ്ങിപ്പോകുകയാണ്. ഇനി എന്തെന്നുള്ള ചോദ്യമാണ് അവരുടെ മുൻപിലുള്ളത്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താണ് സംഭവിക്കുന്നത്? കാരണം എവറിഥിങ് ദേ ഹാവ് ബറീഡ് ഇൻ എ ടോംബ്. ആൾറെഡി മണ്ണിൽ അവർ കുഴിച്ചിട്ടു. They have covered it. They have sealed it. They thought that is the end. 3.5 വർഷക്കാലം ഞങ്ങൾ അവൻ്റെ കൂടെ നടന്നതും അവനെ അനുധാവനം ചെയ്തതും കൂടെ ഉണ്ടായിരുന്നതും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. യെസ്, നമുക്ക് വലിയ ആവേശമായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ ആവേശമായിരുന്നു. എന്തിന്? ഒരാഴ്ച മുൻപ്, 1 week before, അവർ ബദനിയിൽ നിന്ന് ഇറങ്ങി യെരുശലേമിലേക്കുള്ള യാത്രയിൽ കഴുതപ്പുറത്ത് കയറി വന്ന ഒരുവനെ, കഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി ഒരുവനെ അതിന്റെ കൂട്ടത്തിൽ ആർത്തു വിളിക്കുവാൻ, ജയ വിളിക്കുവാൻ, ദാവീദിന്റെ സന്തതി, അവന് ഹോശന്ന പാടുവാൻ, അവന് ഹല്ലേലൂയ പറയുവാൻ, അവരൊക്കെ എത്ര ആവേശമായിരുന്നു എന്നറിയാമോ? ജയ വിളിക്കുവാൻ. But you don't see the same warmth now. എന്നാൽ ഇപ്പോൾ ആ വാം, ആ ചൂടും ആ ആവേശമൊന്നും എവരുടെ ഹൃദയത്തിലില്ല. എന്താ അവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? What is happening there? ആ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 15ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവർ സംസാരിച്ചും. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? What was happening? A conversation was already opened between these 2 disciples. But the problem is they are not agreeing on. മലയാളത്തിലാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. എന്താ എഴുതിയിരിക്കുന്നത്? അവർ തർക്കമായിരുന്നു. It was purely dispute. ഒരു കാര്യം നിങ്ങളൊന്ന് അറിയണം. ഹൃദയം കോൾഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? It will be dispute between 2 followers. 2 ശിഷ്യന്മാർ കൂടുന്നിടത്ത് എഗ്രിമെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം എന്താ? Their heart towards Jesus is cold. ദൈവസഭയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പകൽക്കാലം നമ്മൾ അറിയണം. ഒരുവന്റെ കുറവിനെ ക്ഷമിക്കുവാനും ഒരുവന്റെ ഇല്ലായ്മയെ, പോരായ്മയെ മാപ്പാക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്ന ഒരുവൻ എപ്പോഴാണെന്നറിയാമോ? When my heart is in warmth with Jesus Christ. ക്രിസ്തുവുമായിട്ടുള്ള ആ ഊഷ്മളത, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ആ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുമ്പോൾ മാത്രമേ എൻ്റെ സ്നേഹിതന്റെ, എൻ്റെ സഹോദരന്റെ കുറവിനെ ഞാൻ മറയ്ക്കാൻ ഇടയാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവനെ മനഃപൂർവ്വം സ്നേഹിപ്പാനും അവനെ മനഃപൂർവ്വം അവനെ എൻ്റെ ചേർത്ത് പിടിക്കുവാനും സാധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ എൻ്റെ തെറ്റിനെ ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുൻപാകെ കാണുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുൻപേ ഞാൻ എൻ്റെ കുറവിനെ കാണുമ്പോൾ എൻ്റെ കണ്ണിലിരിക്കുന്ന കോലിനെ ഞാൻ കാണും. പിന്നെ ഞാൻ എൻ്റെ സഹോദരൻ്റെ കരടിനെ ഞാൻ എടുക്കാൻ പോകുന്നത്. എന്നാൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്നറിയാമോ?
നമ്മുടെ കണ്ണിലിരിക്കുന്ന കോൾ, ദ ലോഗ്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ലോഗ്, വലിയ കഷ്ണം വെച്ചിരിക്കുകയാണ്, ദ ബീം. എന്നാൽ അതേസമയം we are going with the microscope to find out the minus. We are going to see what is minus, what is missing in somebody else. അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? When our heart is cold. നമ്മുടെ ഹൃദയം തണുത്തിരിക്കുമ്പോൾ, വിറങ്ങലിച്ചിരിക്കുമ്പോൾ, ക്രിസ്തുവുമായിട്ടുള്ള ചൂടില്ലാതിരിക്കുമ്പോഴാണ്. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? What is happening? They were discussing it, but they were disputing it. എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്ക് ഒരു കാര്യത്തിൽ ഒക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ 10 പേരുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 10 പേരുള്ള ഒരു കൂട്ടത്തിൽ, ഒരു സഭയില് എങ്ങനെയായിരിക്കും? 2 പേർക്ക്, ദ ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് ദ മിനിമം. കർത്താവ് പറഞ്ഞ സഭയിൽ എത്ര പേരുണ്ട്? 2-3 പേരാണ്, അല്ലേ? If these 2 people are not going to agree on one thing, what's happening? Dispute. Brother, you are not right. No, you are not right. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിസ്പ്യൂട്ടറോസ്, അവരുടെ ഇടയിൽ ഭിന്നത എഴുന്നേൽക്കുന്നു. അവരുടെ ഇടയിൽ എന്താ മലയാളത്തിൽ ആ വാക്കൊന്നൂടെ പറഞ്ഞേ? തർക്കം ഉയർത്തെഴുന്നേൽക്കുന്നു, തർക്കമുയരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ what is happening is Jesus was coming to these people. ഒരു കാര്യം മനസ്സിലാക്കണം. Hallelujah. We make an atmosphere for Jesus to come to our midst. Hallelujah. അവരുടെ തർക്കത്തിന്റെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. എന്താ തർക്കത്തിന്റെ വിഷയം എന്ന് പറയുന്നത്? അല്പ ദിവസങ്ങൾക്ക് മുൻപ് അറിഞ്ഞിരിക്കുന്ന, അവർ കണ്ടതും അനുഭവിച്ചതുമായ വസ്തുതകൾ കാരണമാണ്. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്, അല്ലേ? They were talking about what? They were talking about Jesus Christ. ക്രിസ്തുവിനെ കുറിച്ചാണ് സംഭവിക്കുന്നത്. സ്പർജൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചാൾസ് സ്പർജൻ, പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന ചാൾസ് സ്പർജൻ. He talked about this thing. When you talk of him, നിങ്ങൾ അവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, then you will soon talk with him. നിങ്ങൾ അവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ അവനുമായി സംസാരിക്കാനിടയായിത്തീരും. Their subject of conversation was Jesus. Their center theme of their conversation was Jesus. But now, Jesus was coming close to them and talking with them. ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ക്രിസ്തുവായിരിക്കുമ്പോൾ നമ്മുടെ വിഷയം, soon you will find him your closest companion. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഭവനത്തിലെ ചർച്ച, നിന്റെ വീട്ടിലെ ചർച്ച എന്തായിരിക്കണം? ക്രിസ്തുവായിരിക്കട്ടെ. അവിടെ ക്രിസ്തു നിങ്ങളോട് സംസാരിക്കും. നിന്റെ ഗ്രൂപ്പിലെ നമ്മൾ എക്സ്ട്രാ ഗ്രൂപ്പുകളുണ്ടല്ലോ. ചർച്ച ആയാലും നമുക്ക് എക്സ്ട്രാ ഗ്രൂപ്പുകൾ ഉണ്ടാവും, അല്ലേ? നമുക്കിതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഫെലോഷിപ്പാണ്. ഇവിടുന്ന് വിടുമ്പോൾ what is our subject of conversation? എന്തായിരിക്കണം? We talk about so many things. We can talk politics, what's happening in America, what's happening in India. We can talk about the economics. We can talk about the Wall Street. The stocks are crashing. We can talk about the weather. Let's talk about Jesus. Let's talk about the Savior. You're going to feel him. You're going to experience him in your life. നിങ്ങൾ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാനിടയായിത്തീരും. How many of us are really on the road, inwardly, on the road to Emmaus, discouraged, questioning, and spiritually numb? അതാണ് കോൾഡ്നെസ് എന്ന് പറയുന്നത്. സ്പിരിച്വലി നമ്പ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ let me tell you, if you're sick, you really go to a hospital. You do your blood work. നമ്മൾ ബ്ലഡ് വർക്ക് ചെയ്യും. നമ്മൾ ഒരു ലാബിൽ പോകും, ബ്ലഡ് വർക്ക് ചെയ്യും. എന്തിനാ ബ്ലഡ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? To find out what is wrong within us. But unfortunately, many churches don't have that internal auditing of their life. Believers, church എന്ന് ഉദ്ദേശിക്കുന്നത് individual believers.
നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു സംഗതിയാണ്, we are more happy, നമ്മൾ more enthusiastic about seeing others. മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഇന്റേണലി അവരെ കുറിച്ച് ചിന്തിക്കുവാൻ, അവരെ കുറിച്ച് പറയുവാൻ നമ്മൾ ഉത്സാഹമുള്ളവരാണ്. But how many of us are willing to evaluate us? നമ്മളെ തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്യുവാൻ എത്ര പേര് ഇടയാക്കുന്നുണ്ട്? അവിടെയാണ് നമ്മുടെ നമ്പനസ്, നമ്മുടെ ആ ജീവനില്ലാത്ത അവസ്ഥ, തണുത്ത് ഉറഞ്ഞ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. But now what Jesus was doing, he was coming close to them. He was walking along with them. The disciples did not recognize Jesus, but he walked with them. Let me tell you, Jesus did not wait until these people get back from Emmaus to Jerusalem. അവർ എമ്മൗസിൽ നിന്ന് മടങ്ങി യെരുശലേം വരുന്നത് വരെ Jesus did not wait. But Jesus, the beauty of our Lord, നമ്മുടെ കർത്താവിന്റെ മനോഹരത എന്ന് പറയുന്നത്, he met them while they were in confusion. Amen. Amen. Jesus is not coming and meeting us in the full strength of our life. നമ്മുടെ ജീവിതത്തിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴല്ല, പാരമ്യത്തിൽ നിൽക്കുമ്പോഴല്ല, ആരോഗ്യത്തിന്റെ സ്പിരിച്വൽ giant അവസ്ഥയിൽ നിൽക്കുമ്പോഴല്ല. But when you are confused, when you are disillusioned, when you are in discouragement, when you have dispute, സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിയോ, there is nothing beyond the reach of our Lord and Savior Jesus Christ. ക്രിസ്തുവിന്റെ കരത്തിന്, യെസ്, അവന്റെ സാമീപ്യത്തിന് ആരും പുറത്തായിരിക്കുന്നില്ല. He met them in their confusion. He joined in their conversation. Even when you don't recognize him, remember this morning, even you don't recognize him now, but Jesus is walking with you. Amen. He is walking with you. You may be disillusioned in your ministry. You may be confused in your calling. You may be weary in your faith. But Christ is closer than what you think. നമ്മൾ മനസ്സിലാക്കുന്നതിലും നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി നിന്നുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കൺഫ്യൂഷനിൽ നമ്മളോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് ഉയർത്തെഴുന്നേറ്റ എൻ്റെ കർത്താവ്. Hallelujah. Now, what is happening? These disciples, ഞാൻ പ്രസംഗിക്കുന്ന ഈ സബ്ജക്റ്റ് വരുമ്പോൾ പ്രസംഗിക്കുന്ന ഒരു 4 കാര്യങ്ങളുണ്ട്. But I'm not going to preach that one today. They were sad, they were confused, and their heart was not receiving anything. കർത്താവ് പറയുന്നു, ഒന്നും അവരുടെ ഹൃദയത്തിലേക്ക് പോകുന്നില്ലായിരുന്നു. That their heart was then burning. Then finally, one more thing, their hearts rejoiced. On the road to Damascus, on the road to Emmaus, അവർ എമൗസിലേക്ക് പോയപ്പോൾ അവർ ദുഃഖിതരായിരുന്നു. കർത്താവിന്റെ അവരുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, why are you sad? എന്താ നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നത്? പിന്നെ കർത്താവ് അവരോട് പ്രവാചകന്മാർ മുഖാന്തരം മോശ മുതൽ അരുളി ചെയ്ത സകലതും തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് എക്സ്പൗണ്ട് ചെയ്യുകയായിരുന്നു. The scripture was being explained to these people. അപ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ഒന്നും പോകുന്നില്ല. അവിടെ കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഹേ മന്ദബുദ്ധികളെ. They were not receiving anything. മൂന്നാമത്, their heart was burning. ഫൈനലി ആണ് കർത്താവ് അവരോടുകൂടി അത്താഴത്തിന് ഇരുന്ന് അവർക്ക് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ ഹാർട്ട് ബേൺഡ് ആയി. ആ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, they all returned to Jerusalem rejoicing. അവർ മടങ്ങി വരുമ്പോൾ അവരുടെ ഹൃദയം ഏറ്റവും സന്തോഷിച്ചിരുന്നു. യെരുശലേമിലേക്ക് റിട്ടേൺ ജേർണി പോയപ്പോഴെങ്ങനെയായിരുന്നു? ദുഃഖിതരായിരുന്നു. ആ വിഷയമല്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ വിടുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, ജീസസ് ഓപ്പൺഡ് ദ സ്ക്രിപ്ചർ ടു ദം. ദ വേർഡ് ഓഫ് ഗോഡ് റീകിൻഡിൽസ് ഫയർ. ഇന്ന് രാവിലെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഈ ഇരിക്കുന്ന കീബോർഡോ അല്ലെങ്കിൽ പിയാനോ, ഇവിടെ ഇരിക്കുന്ന മൈക്രോഫോണോ സ്പീക്കേഴ്സോ ഡ്രം സെറ്റോ, they will not rekindle a fire within us. ഇവയൊന്നും നമ്മുടെ ഹൃദയത്തിൽ തീയെ കത്തിക്കുവാനുളവാക്കുന്നതല്ല.
പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്നത് ഈ ഡ്രം നമ്മുടെ തീ കത്തിക്കും എന്നുള്ളതാണ്. നോ. എവിടെ എഴുതിയിരിക്കുന്നത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, 32-ാമത്തെ വാക്യം. തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ. The scripture was being explained. വചനം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ തണുത്തിരിക്കുന്നതിനെ ചൂടാക്കാൻ ഒക്കത്തുള്ളൂ, തീ പകരാൻ സാധിക്കത്തുള്ളൂ. The scripture was being explained to us. Jesus did not perform a miracle first year. ഇവിടെ ഒരു അത്ഭുതവും ചെയ്തില്ല കേട്ടോ, ശിഷ്യന്മാരുടെ ഹൃദയത്തെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി. പലപ്പോഴും നമുക്ക് സംഭവിച്ചിരിക്കുന്ന നമ്മുടെ ഉണർവും നമ്മുടെ തീയും എവിടെയാണ് കത്തുന്നതെന്ന് അറിയാമോ? ഇവിടെ ഒരു ലങ്കട, ഇവിടെ ഒരു അപ്പങ്ക്, വാട്ട് യു കോൾ ഇറ്റ്, നടക്കാൻ വയ്യാത്ത ഒരുത്തൻ വന്നിട്ട്, ഒരു പാരലറ്റിക് മാൻ വന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മളൊക്കെ ആത്മാവിൽ അങ്ങ് നിറഞ്ഞ ദൈവത്തെ വലിയ ചൂട് പിടിച്ച് ദൈവത്തെ ആരാധിക്കാൻ. ഗുഡ്. അത്ഭുതങ്ങളുണ്ട്, സംഭവിക്കട്ടെ ദൈവസഭയ്ക്കകത്ത്. ആദ്യ നൂറ്റാണ്ടിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവസഭയ്ക്കകത്ത് ഇന്നും ഉണ്ടാകട്ടെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മറ്റൊന്നിനും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു സത്യം ഇതിനകത്തുണ്ട്. തിരുവെഴുത്ത് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ, തിരുവെഴുത്ത് നമ്മൾ കേൾക്കുമ്പോൾ, when we listen to him, അവന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തുവാനിടയായി തീരണം. ഇന്ന് രാവിലെ സമയം എനിക്ക് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം എത്ര പേര് ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. When was the last time your heart was burning? ദൈവവചനം കേട്ടപ്പോൾ എപ്പോഴാണ് അവസാനമായി നമ്മുടെ ഹൃദയം ഒന്ന് കത്തിയത്? ഈ ഡിസംബർ 31 ഞാനും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. നമുക്കൊക്കെ തീരുമാനങ്ങളും ഡിസിഷൻസും റെസൊല്യൂഷൻസും പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്പം ചൂട് പിടിക്കുന്ന ഒരു കാലമാണ് ടുവേഴ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഡിസംബർ മാസം എന്ന് പറയുന്നത് അവസാനം വരുമ്പോഴത്തേന് നമുക്ക് ചൂട് പിടിക്കുന്നൊരു കാലമുണ്ട്. ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ നമുക്ക് ചൂട് പിടിക്കുന്ന കാലമാണ്. ഒരു റിവൈവൽ പ്രീച്ചർ അല്ലെങ്കിൽ ഒരു ഉണർവ് പ്രാശികൻ ഇവിടെ വന്ന് ആകാശത്തെ നമ്മുടെ ഇടയിലേക്ക് ഇറക്കുമ്പോൾ നമുക്കൊന്ന് ചൂട് പിടിക്കും. ആ ചൂടൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ ഹോളിന്റെ ഡോറ് വിട്ട് പുറത്തു പോകുമ്പോൾ അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോവുകയാണ്, ഇവിടെ കളഞ്ഞിട്ട് പോകുകയാ. എന്നാൽ തിരുവചനം അങ്ങനെയല്ല. ഇത് നിന്റെ ഹൃദയത്തെ ചൂട് പിടിപ്പിച്ചാൽ you will walk with it, you go out with it. നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് ചൂടുണ്ടാവും. നിന്റെ ജോബില് ഒരു വ്യത്യസ്തനായി നീ മാറും. നിന്റെ എഡ്യൂക്കേഷനിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ നിനക്കൊരു വ്യത്യാസമുള്ളതായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവവചനത്തിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ, ദൈവവചനം എന്റെ ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങിയാൽ, യെസ്, ജീസസ് വിൽ ബേൺ വിത്തിൻ മൈ ഹാർട്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജീസസ് ഡിഡ് നോട്ട് റിവീൽ ഹിസ് ഐഡന്റിറ്റി. കർത്താവ് വെളിപ്പെടുത്തിയില്ല അവൻ ആരാണെന്ന്. He did not perform a miracle, but he opened the word. Yes, hallelujah. He opened the word. ഏത് സഭയ്ക്കും ആവശ്യമായിരിക്കുന്നത് തിരുവെഴുത്താകട്ടോ. ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവവചനമാ. മറ്റൊരു കേൾവിയല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പലരും കഥകൾ പറഞ്ഞ ആളുകളെ ത്രസിപ്പിക്കാറുണ്ട്. കേൾക്കാൻ ഇഷ്ടമാണല്ലോ കഥകളൊക്കെ, ടെസ്റ്റിമണികളൊക്കെ, നല്ലതാ. എന്നാൽ തിരുവെഴുത്ത് ഒരുവന്റെ ഹൃദയത്തെ തൊട്ടാൽ, ദൈവവചനം ഒരുവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ അത് സമൂലമായിരിക്കുമെന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ അറിയേണ്ടത്. ജീസസ് ഓപ്പൺഡ് ദ വേർഡ്. അവൻ വചനത്തെ തുറക്കാനിടയായി തീർന്നു. He began with Moses, prophets revealed himself through the scripture. Yes, അവൻ സ്ത്രീയുടെ സന്തതിയായി സർപ്പത്തിന്റെ തല തറുക്കുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞു. മോശയുടെ കൂടെ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച പാറ അവൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. യെസ്, അവൻ പറഞ്ഞു, ഞാനാകുന്നു സാക്ഷാൽ പാറ, ജീവന്റെ ജലത്തെ ഒഴുക്കി നൽകിയ പാറ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. യെസ്, കന്യക ഒരു മകനെ പ്രസവിക്കും. He explained it.
ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴും ഈ 2 പേരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പൊ 25-ാമത്തെ വാക്യം വായിച്ചേ. അയ്യോ ബുദ്ധിഹീനരെ. What is happening here? The greatest preacher on this earth. ആരാ? Jesus. The greatest teacher on this earth. ക്രിസ്തു. എന്നെ പോലെയോ സ്റ്റീവിനെ പോലെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രീച്ചറെ പോലെ ആരുമല്ല. സാക്ഷാൽ വചനമായിരുന്നവൻ നിന്നുകൊണ്ട് വചനത്തെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തപ്പോഴേ അവരുടെ ഹൃദയം എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലുള്ള ആ പഴഞ്ചൊല്ല് പോലെയായിരുന്നു. ചേമ്പിൻ്റെ ഇലയുടെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചിരിക്കുന്ന വെള്ളം പോലെയാ. ഒന്നും അകത്തോട്ട് പോകുന്നില്ല, ഇങ്ങനെ തൂവിക്കൊണ്ടിരിക്കുക. ലെറ്റ് മീ ടെൽ യു, എന്താ പരിശുദ്ധാത്മാ പറയുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ദിസ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഹിയറിംഗ്. ദൈവം സംസാരിക്കാത്തതുമല്ല. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ജെനുവൻലി. When was the last time you heard God speaking? When was the last time your heart was burning? It is not the absence of God speaking. അവൻ സംസാരിക്കാത്തതുമല്ല, അവൻ പ്രവാചകന്മാരെ അയക്കാത്തതുമല്ല, തിരുവചനത്തെ നമ്മൾക്ക് തുറന്നു തരാത്തതുമല്ല. But we are not receiving it. നമ്മൾ ഈ ശിഷ്യന്മാരെ പോലെയാ. എന്താണെന്നറിയാമോ? We are receiving but nothing is going inside. കർത്താവരെ വിളിച്ചിരിക്കുകയാണ്, ഓ foolish, മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ബുദ്ധിഹീനരെ. ആഴ്ചതോറും നമ്മൾ വന്ന് ദൈവവചനം കേൾക്കുന്നുണ്ട്. അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ ദൈവവചനത്തെ നമ്മൾക്ക് പ്രാപിക്കാനിടയായി തീരുന്നുണ്ട്. But our heart is not burning. What does it mean? What does it mean? അതിന്റെ അർത്ഥം എന്താ? Is it not because God speaking? ദൈവം സംസാരിക്കുന്നതാണോ? God is speaking. God is expounding. His scripture is given to us. His prophets are here. അവന്റെ പ്രവാചകന്മാർ ഇവിടെയുണ്ട്. We are listening, but nothing is going inside. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ബേണുമില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്പർനെസ്. ലെപ്രസി എങ്ങനെയാ സംഭവിക്കുന്നതെന്നറിയാമോ? It all begins with numbness. Leprosy. കുഷ്ഠരോഗം ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തിൽ പിടിപെട്ടാൽ എന്താ സംഭവിക്കുന്നത്? They don't feel the sensation. സൂചി കൊണ്ട് കുത്തി നോക്കും. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ, if you are suspected of having leprosy or being a leper, what the doctors do? They bring a needle. അവരൊരു നീഡിൽ കൊണ്ടുവന്നിട്ട് കുത്തി നോക്കും. Do you feel something? എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? No. തീക്കകത്ത് പോലും കൈവച്ചാൽ അറിയത്തില്ല. അതാണെന്ന് ദൈവസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. We are not feeling it. We are not experiencing it. We are not feeling the pain. We are not feeling the heat of it. മറിച്ച് അവയവം ഉണ്ടവിടെ. എന്നാൽ കുറെ സമയം കഴിയുമ്പോൾ, അല്പസമയം കൂടെ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അത് ആ ഭാഗത്ത് നിന്ന് വീണു പോകും. It will be gone out of. Suppose if you have bent over hands or even legs, feet, കാലിൻ്റെയോ കൈയുടെയോ വിരലുകൾക്ക് സംഭവിക്കുമ്പോഴാണ് അത് മുറിഞ്ഞു മാറിയാലും നമ്മൾ അറിയത്തില്ല. അതാണ് ദൈവസഭയ്ക്ക് സംഭവിക്കുന്നത്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും ജീവിതത്തിന്റെ പല മേഖലകളിൽ കൂടി കടന്നുപോയി സകല വള്ളിക്കെട്ടും നമ്മൾ ഏറ്റെടുത്ത് ആത്മീയമല്ലാത്തത്, സ്പിരിച്വൽ അല്ലാത്ത, എന്താ സംഭവിക്കുന്നത്? ആത്മീയ ഉത്തേജനം പകരാത്ത, തീ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു നമ്പർനെസ്, ഒരു മരവിച്ച അവസ്ഥ. That's more dangerous. That is more dangerous in the body of Christ. ദൈവസഭയ്ക്കകത്ത് more dangerous ആണെന്നുള്ളതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? കർത്താവ് അവരെ വിളിക്കുകയാണ്, your hearts, മന്ദബുദ്ധികളെ. ബട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്? കർത്താവിനോട് സംസാരിച്ചുകൊണ്ട് വഴിയിൽ സഞ്ചരിച്ചു. They almost reached their destination. അവരുടെ സ്ഥലത്തെത്തി. കർത്താവ് finally he was on the table.
with them. Hallelujah. കർത്താവ് അവരുടെ അത്താഴത്തിൻ്റെ തിന്മേശയിൽ ഇരുന്നുകൊണ്ട് അപ്പമെടുത്തു, വാഴ്ത്തി അവർക്ക് കൊടുത്തു. പിന്നെ all of a sudden എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഉടനെ അവരുടെ കണ്ണ് തുറന്നു. യെസ്, മതി. അവരുടെ കണ്ണ് തുറന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? ഇതുവരെ അവര് കണ്ണടച്ചു വെച്ചുകൊണ്ടായിരുന്നു അവർ നടന്നത്. No, never. They had their eyes wide open. അവരുടെ കണ്ണ് തുറന്ന് അവർ 7 മൈൽ ദൂരം സഞ്ചരിച്ചു. Almost 3-4 hours of journey walking on a dusty road. എന്നാൽ ഇപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? Hallelujah. അവരുടെ കണ്ണ് തുറക്കാനിടയായി തീർന്നു. They are seeing the Son of God. മനുഷ്യപുത്രനെ കാണേണ്ടവണ്ണം കാണുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ അവരുടെ ദൃഷ്ടി തുറന്നപ്പോൾ മാത്രമാണ് അവർ പരസ്പരം അന്യോന്യം ടെസ്റ്റിഫൈ ചെയ്യാനിടയായി തീർന്നത്. അതാണ് 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. Didn't we? Our hearts were burning. Let me tell you. എപ്പോഴാ ഫൈനലി അവർ ടെസ്റ്റിഫൈ ചെയ്ത ഇടയായി തീർന്നെന്നറിയാമോ? When their hearts were opened, their eyes were opened. അവരുടെ കണ്ണ് തുറന്നപ്പോഴാണ്, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചപ്പോഴാണ്, പ്രകാശിക്കേണ്ടത് പ്രകാശിപ്പിച്ചപ്പോഴാണ്, തുറക്കേണ്ടത് തുറക്കപ്പെട്ടപ്പോഴാണ് അവർ പരസ്പരം പറയാൻ ഇടയായി തീർന്നത്. എന്താണെന്നറിയാമോ? Our hearts were burning. My heart was burning. What about you? But they were on the road. അവർ തർക്കിച്ചുകൊണ്ടിരുന്നെന്നാണ് പറഞ്ഞത്. അവർക്ക് മറ്റൊരാൾ പറയുന്നത് എഗ്രി ചെയ്യാൻ സാധിക്കാതിരുന്നു. ദൈവസഭയ്ക്കകത്ത് ഇത് തന്നെ അനുഭവങ്ങൾ കേട്ടോ. ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് വളരെ അഫ്സോസാണ്, വളരെ നിർഭാഗ്യകരമാണ്. എന്നാൽ അവിടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാൽ മതി, കണ്ണുകളൊന്ന് തുറന്നാൽ മതി. ഹല്ലേലൂയ. അത് ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് അവനോട് ചേർന്ന് നടന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അവനോട് കൂടെ എവിടെ ഫെലോഷിപ്പിൽ ഇരുന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. യെസ്, അവനോടുകൂടി പന്തിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ കണ്ണ് തുറക്കാൻ ഇടയായി തീരത്തുള്ളൂ. ഇന്ന് നമ്മൾ ഓരോരോ ചെയറുകളിലായിരിക്കുന്നത് അല്ലേ? nothing wrong with this. You can be seated where you are. എന്നാൽ അടുത്തിരിക്കുന്ന സഹോദരനുമായി അല്ലെങ്കിൽ എൻ്റെ കൂട്ട് സഹോദരനുമായി എൻ്റെ ഹൃദയം ഒന്നടുക്കുന്നില്ലെങ്കിലുണ്ടല്ലോ, ക്രിസ്തുവുമായിട്ടുള്ള ഫെലോഷിപ്പ് നമുക്കുണ്ടാകത്തില്ല. We will not have the fellowship of Christ. When we are praying, Lord, send revival. കർത്താവേ, ഉണർവിനെ അയക്കണമേ. ഒരിക്കലും ഉണർവ് നമ്മുടെ ഇടയിലേക്ക് വരത്തില്ല. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പാലക്ക പിരിയുന്നത് പോലെ ഇങ്ങനെ പിരിഞ്ഞിരിക്കും, ഡിസ്പ്യൂട്ടിലിരിക്കും. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായത്തെ മറ്റൊരാൾ വെട്ടിക്കളയുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ അറിയേണ്ടതാണ്, സത്യം ഇതാണ്. ഫെലോഷിപ്പിൽ ഇരിക്കുമ്പോഴാണ്, കമ്മിങ് ടുഗദറിൽ ഇരിക്കുമ്പോഴാണ്, ഒരുമിച്ചിരിക്കുമ്പോഴാണ് ക്രിസ്തു അവന്റെ പൂർണ്ണ വെളിപ്പെടുത്തുകൾ നമ്മൾക്കുണ്ടാകുന്നത്. ഇറ്റ് ഈസ് നോട്ട് നോളജ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഓപ്പൺ യുവർ ഐസ്, ഇറ്റ് ഈസ് ദ റെവലേഷൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ഓപ്പൺ യുവർ ഐസ് ആൻഡ് കീപ് ബേണിംഗ് ഇൻ യുവർ ഹാർട്ട്. ആ റെവലേഷൻ, ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നിടം വരെ, when the burning heart, listen me, the burning heart is the mark of a divine encounter. Hallelujah. ക്രിസ്തുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, അതൊരു മാർക്കാ. നമ്മുടെ ഹാർട്ട്സ് ബേൺ ചെയ്ത്. ഇപ്പൊ ക്ലിയബാസ് പറയുന്നത്, അയ്യോ, നമ്മൾ വഴി സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹാർട്ട് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് നോട്ട് കോൾഡ്. വി സ്റ്റാർട്ടഡ് ഔട്ട് കോൾഡ്. നടക്കാൻ തുടങ്ങിയത് കോൾഡ് ആയിരുന്നു, കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഡിസ്കറേജ്ഡ് ആയിരുന്നു. നമുക്ക് ലക്ഷ്യമില്ലാതിരുന്നു. എങ്ങനെയാ നാളെ നമുക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഉടനീളം അവൻ തിരുവെഴുത്തിനെ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്നേഹിതരെ, ഈ യാത്രയിൽ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം കത്തണമെങ്കിൽ ഈ വചനത്തെ നമ്മുടെ ഉള്ളിലേക്ക്, ആ പ്രകാശം, ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുവാൻ ഇടയായി തീരണം.
Let me tell you, this was not an emotional hype for these two disciples. അവരെന്തെങ്കിലും അത്ഭുതം കണ്ടിട്ടല്ലായിരുന്നു പ്രിയവരെ. യെസ്, മുടന്തൻ എഴുന്നേറ്റ് നടന്നിട്ടല്ല, കുരുടൻ സൗഖ്യമായിട്ടല്ല, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിട്ടുമല്ല. അവരുടെ ഹൃദയം കത്തിയത് മറിച്ച് തിരുവെഴുത്തിന്റെ വെളിപ്പാടിനെ അവരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരുടെ ഹൃദയം കത്തുവാനിടയായി തീർന്നത്. This is beyond any external excitement. Yes, നമുക്ക് ഉപവാസ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, റിവൈവൽ ക്രൂസൈഡുകളുണ്ട്, റിവൈവൽ മീറ്റിങ്ങുകളുണ്ട്, എക്സൈറ്റ്മെന്റാ. എന്നാൽ അവയ്ക്കൊക്കെ തരാൻ വയ്യാത്ത, തരാൻ അനപ്പുറം ചെയ്യുന്നവരുണ്ട്. തിരുവെഴുത്തെന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ഹോളി ഫയർ വിത്തിൻ us. A burning heart means a renewed passion for Christ, a deep conviction of truth, a fresh love for God's presence, a stirring up more yet to act. 32ാമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗം വായിച്ച്. ആ നാഴികയിൽ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? They are coming back. They are returning back. That means they have no business in Emmaus now. Emmausil അവരുടെ ബിസിനസ് ഇല്ലിനി. എവിടെയാ ബിസിനസ് എന്ന് അറിയാമോ? Where Jesus' presence is going to be there. Hallelujah. Hallelujah. They have no more confusion now. They have no more discouragement now. അവരുടെ മുഖം വാടിയിരിക്കുകയല്ല ഇപ്പോഴ്. അവർ മടങ്ങി വരുന്നത് എന്താണെന്നറിയാമോ? They are totally changed. Do you want a transformation? ദൈവസഭയ്ക്കകത്ത് ആവശ്യമായിരിക്കുന്നത് അറിയാമോ? ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ആ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് എവിടെ നിന്നറിയാമോ? റെവലേഷനിൽ കൂടി മാത്രമേ സാധിക്കത്തുള്ളൂ. തിരുവെഴുത്തിന്റെ റെവലേഷനിൽ കൂടി മാത്രമേ, തിരുവെഴുത്തിന്റെ വെളിപ്പാടുകളിൽ കൂടി മാത്രമേ ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കത്തുള്ളൂ. ഞാൻ എത്ര വലിയ റിവൈവൽ പ്രീച്ചർ ആയാലും, ഞാൻ എത്ര വലിയ സ്വർഗത്തെ ഇവിടെ ഇറക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കത്തില്ല. ഈ തിരുവെഴുത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണെന്നറിയാമോ? Hallelujah. They were walking with him. They were walking with him sad. They were hearing him. Nothing was going inside. They were receiving from him. Hearing and receiving രണ്ട് കാര്യമാണ്. They were receiving. എപ്പോഴാണെന്നറിയാമോ? ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തെ ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ, ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിർത്തിക്കൊള്ളാം കേട്ടോ, സമയത്തിന് നിർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. Hallelujah. They were receiving it. And then they recognizing him. അവനെ കാണേണ്ട രീതിയിൽ കാണുകയാണ്. But today, unfortunately, many walk with Jesus, but many truly never recognize him. Hallelujah. Because Jesus is only available through fellowship. Jesus is only available when you calm your heart. Jesus is available when you will have a personal encounter. They immediately returned to Jesus. Burning hearts leads Jesus or leads the disciples to urgent witness. No delay, no hesitation. ഇപ്പൊ കൗൺസിൽ വേണ്ട, ഇപ്പൊ ആരോടും ആലോചന വേണ്ട. They are returning back to Jerusalem. A cold heart delays. A cold heart delays, but a warm heart, a burning heart responds immediately. ഒരു ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൽ കിട്ടിയാൽ, നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, നെക്സ്റ്റ് അവസരം നമുക്ക് ദൈവം ഒരുക്കി തന്നാൽ, കോൾഡ് ഹാർട്ടാണ്. സാറേ പാസ്റ്ററെ ഇന്ന് മഴയാണ്, പാസ്റ്ററെ ഇന്ന് എനിക്ക് സമയം പോരാ. എന്നാൽ ഒരു ബേണിംഗ് ഹാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബേണിംഗ് ഹാർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയും, പാസ്റ്ററെ ഈ ആഴ്ച നമുക്ക് പ്രാർത്ഥന കൂട്ടം കുറവായിരുന്നല്ലോ, ഈ ആഴ്ച ഫെലോഷിപ്പ് നമുക്ക് കുറഞ്ഞു പോയല്ലോ. യു ആർ ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി. യു ആർ ലുക്കിംഗ് ഫോർ പീപ്പിൾ ടു വിറ്റ്നസ്. നിങ്ങൾ ക്രിസ്തുവിനെ കാണാൻ, ക്രിസ്തുവിനെ അറിയിക്കാൻ നിങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. നമുക്കിത് പകൽക്കാലം ചോദിക്കാം. Honestly, we can ask ourselves, has the word of God become a routine for us? എല്ലാ ആഴ്ചയിലും കേൾക്കുന്നതല്ലേ പാസ്റ്ററെ? എല്ലാ ആഴ്ചയിലും സങ്കീർത്തനം ഉണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും ആരെങ്കിലും ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. It becomes a routine. It becomes a nomenclature. It becomes something which is ordinary.
ദാറ്റ്സ് നോർമൽ. എല്ലാ ആഴ്ചയിലും കേൾക്കുന്നത് നോർമലാ. എന്നാൽ ബേണിംഗ് ഹാർട്ട് അങ്ങനെയല്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചിരിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ കത്തിച്ചു. ആ തീ കത്തിക്കാനിടയായി തീർന്നു. Have your passion? What about your passion this morning? രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്. ആ ബാരോമീറ്റർ എടുത്ത്, ആ തെർമോമീറ്റർ എടുത്ത് ഒന്ന് ഹൃദയത്തിലോട്ട് വെച്ച്, ഒന്ന് ആ സ്പിരിറ്റിലോട്ടൊന്ന് വെച്ച് നോക്കിയേ. ഒന്ന് ചോദിച്ചു നോക്ക്, ആ സന്തോഷം എന്തും ഉണ്ടോ പകൽക്കാലം? രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിനെ അറിഞ്ഞ സന്തോഷം, കർത്താവിനെ അറിഞ്ഞ ലെവൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ സന്തോഷിക്കാൻ ഇടയായി തീരുന്നുണ്ടോ? ആ പാഷൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടോ? ആർ യു വാക്കിംഗ് വിത്ത് ഹിം ബട്ട് നോട്ട് റെക്കഗ്നൈസിങ് ഹിം? അവനോട് കൂടെ നടന്നിട്ട് അവനെ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ? Hallelujah. Even when they did not know it was Jesus, even when they did not believe he was risen from the dead, their hearts still burnt because of the ministry of God's word and of Jesus, the living word of God. God's word can have the same effect in our heart even when we don't know it was Jesus doing the work. He's still walking beside his disciples. He's still igniting the hearts of his disciples. Let us pray this morning. Lord, help me walk with you again. Lord, open your word to me again. Let my heart burn again and again with your word. Remove the spiritual dullness. Remove all distractions, all coldness, numbness from our life. That I have a heart which is burning again for Christ. ക്രിസ്തുവിന് വേണ്ടി വീണ്ടും ജ്വലിക്കുന്ന, വീണ്ടും കത്തുന്ന ഒരു ഹൃദയമായി തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇത് പകൽക്കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം. കർത്താവേ, അവിടുത്തെ വചനം ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് നൽകി. അതെൻ്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ആ വചനത്തിൻ്റെ സത്യം ഞാൻ അറിയുന്നു. രക്ഷിക്കപ്പെട്ട എൻ്റെ നാളിലെ ആ തീ എന്നിലേക്കൊന്ന് മടങ്ങി വരണമേ. രക്ഷിക്കപ്പെട്ട കാലത്തെ ആ ഉത്സാഹം എന്നിലേക്കൊന്ന് മടക്കി തരണമേ. തിരുവെഴുത്ത് വായിക്കുമ്പോൾ, തിരുവെഴുത്തിനെ ഞാൻ കേൾക്കുമ്പോൾ ആ തീ എന്നിൽ വീണ്ടും കത്തിക്കുമാറാക്കണമേ. എത്ര പേർ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും, എന്നിലൊരു തീ കത്തിക്കണമേ കർത്താവേ, എന്നിലൊരു തീ വീണ്ടും കത്തണമേ കർത്താവേ. എൻ്റെ ജീവിതം കോൾഡായി മാറി. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴും എൻ്റെ ഉള്ളിലൊരു കോൾഡാണ്. എത്ര പേർ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് എത്ര പേർക്ക് ബോധ്യം വരുത്തി തരുന്നുണ്ട്? കർത്താവേ, എൻ്റെ ആദ്യകാലത്തെ വിശ്വാസം എന്നിൽ ഇന്ന് പകൽക്കാലമില്ല. ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഞാനതിനെ അറിയാതെ പോകുന്നു. അവൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും അത് ഞാൻ സ്വീകരിക്കാതെ പോകുന്നു. അതിൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ തന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗസ്ഥ ദൈവമേ, പിതാവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീണ്ടും കത്തിക്കുമാറാക്കണമേ. അവിടുത്തെ ആ തീ ഞങ്ങളുടെ എല്ലാ കോൾഡ്നെസ്, എല്ലാ നിർവികാര്യതയും മാറ്റിക്കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ വീണ്ടും കത്തുമാറാകട്ടെ. Yes, keep burning that spirit. Yes, that word within our hearts. അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീണ്ടും കത്തുമാറാകട്ടെ. അവിടുത്തേക്കുള്ള എല്ലാ പുകഴ്ചയും ബഹുമാനവും ഹല്ലേലൂയ ഞങ്ങൾ അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു. We thank you, Lord, for hearing us. In Jesus' name we pray. Amen. God bless you.